ആദ്യം തന്നെ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാനും പുസ്തക പ്രകാശനം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്ന കോളേജിനോടും അനിയൻ കലാറ്റിപ്പള്ളി ഞങ്ങൾ അനിയൻ ജാസിന് സ്നേഹത്തോടെ വിളിക്കുന്ന അനിയൻ ഒരുപാട് നന്ദി. എന്റെ പ്രസംഗം കേൾക്കാൻ കാതോർത്തിരിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ പ്രാസംഗികയല്ല, പക്ഷെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ആദ്യം തന്നെ യൂറോപ്പിലെ ഹൃദയഭൂമിയുടെ പുസ്തകത്തിനെ പറ്റി പറയാമെങ്കിൽ ഇത് എപ്പോഴും നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ പോകുമായിരിക്കും അല്ലെ. ആ കഥാകൃത്തിന്റെ അല്ലെങ്കിൽ ആ എഴുത്തുകാരന്റെ അവരെവിടെയൊക്കെ പോയോ, അവരെന്തൊക്കെ അനുഭവമൊക്കെ ഉണ്ടായോ അതിൽ കൂടി പോയായിരിക്കും നമ്മൾ അല്ലെ. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് യൂറോപ്പിലെ ഹൃദയഭൂമിയോട് ഉള്ളത്. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി എന്നൊരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ എന്റെ മോർണിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ പഠിച്ചത് SH-ലാണ്. വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ മോർണിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളല്ല. ഇൻഫാക്ട് എന്താ കോളേജിൽ പോകുമ്പോൾ എനിക്ക് SH പോകുമ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ വിഷമമായിരുന്നു ഫസ്റ്റ് പോയപ്പോൾ. കാരണം ഞാൻ പുറത്ത് പോയി പഠിക്കുന്ന ആഗ്രഹിച്ച ഒരാളാണ്. എനിക്ക് മനസ്സിലായി അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ടാലന്റ് ക്ലബിൽ പോകാനുള്ള സ്വാഭാവിക പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ക്ലബിൽ ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ നോക്കിയപ്പം പാട്ട് പാടാൻ അറിയുമെന്ന് ചോദിച്ചാൽ ബാത്റൂം സിംഗറാണ്. ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കല്യാണം കളിക്കുന്നില്ലാതെ വേറെ ഒന്നും അറിയില്ല. അവിടെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ആ കൺഫ്യൂഷൻ. സ്പീക്കേഴ്സ് ഫോർമുല ക്ലബുണ്ട്, അതിനെ കുറിച്ചായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സീനിയർ വന്നിട്ട് പറഞ്ഞു, ഹർഷയ്ക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളൂ, അപ്പൊ ഒന്ന് ഫാഷൻ ക്ലബിൽ ഓഡിഷൻ ചെയ്ത് നോക്കുള്ളൂ. അപ്പം ഫാഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റി അറിയാന്നല്ലാണ്ട് എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്നോ അല്ലെങ്കിൽ എന്തൊരു ഗ്രാവിറ്റി എന്നൊന്നും അറിയില്ല. അപ്പൊ ഓഡിഷൻ ചെയ്തു. നിങ്ങൾക്ക് വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓഡിഷൻ ചെയ്തിട്ട്. ഞാൻ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. റിജക്റ്റഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് അത്ര ആഗ്രഹിച്ച് പോയതൊന്നുമല്ല, വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ചു വന്നു. പിന്നെ കോളേജിൽ പോകുന്നു. അപ്പൊ മിസ് ഇന്ത്യ ഇന്റർനാഷണൽ പറഞ്ഞൊരു പാരന്റിന്റെ സ്കൗട്ടിംഗ് ക്യാമ്പ് ഉണ്ടായിരുന്നു ഇൻ SH. അപ്പൊ അവര് വന്നിട്ട് മോഡലിംഗ് സ്കൗട്ട് ചെയ്യണം. അപ്പം അവര് പറഞ്ഞു ഓക്കെ, മോഡലിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഇൻട്രസ്റ്റ് ഇൻ മോഡലിംഗ് ഉള്ള ആൾക്കാരും വരിക, ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. സെലക്ഷൻ കിട്ടി. പക്ഷെ എനിക്ക് 18 ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺട്രാക്ട് സൈൻ ചെയ്യണമെങ്കിൽ 18 years ആവാം. അപ്പൊ 17 ആയിരുന്നു. അപ്പൊ അത് കിട്ടില്ല. അപ്പൊ എനിക്ക് ഫാഷൻ ക്ലബിൽ ഓഡിഷൻ ചെയ്യാൻ ഒരു കോൾ. അവിടെ തുടങ്ങി ഒരുപാട് കോമ്പറ്റീഷൻസിൽ പോകാൻ പറ്റി. വീണ്ടും കോളേജ് കഴിഞ്ഞു, ഫാഷൻ വിട്ടു. ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തു. കുറച്ചൊന്ന് മാസ്റ്റേഴ്സിനെ പറ്റി എന്തെടുക്കണം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തു. ചുമ്മാ ഒരു ദോശ കഴിച്ചു പറഞ്ഞു ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ നോക്കിയപ്പം എനിക്ക് പൊതുവെ മടിയാണ്. പക്ഷെ ഞാൻ അന്ന് നോക്കിയപ്പോൾ ഭയങ്കര എളുപ്പം ആ ഫോം ഫിൽ ചെയ്യാൻ പറ്റി. ഷോക്കില്ല, അതിന് അയച്ചു കൊടുത്തിട്ടാണ്. അത് അയച്ചു കൊടുത്തു. ഫസ്റ്റ് ഓഡിഷൻ വന്നു, ത്രൂ ആയി. സെക്കൻഡ് ഓഡിഷൻ വന്നു ആൻഡ് ഫിനാലെ. അന്ന് ആ കോമ്പറ്റീഷൻ ഞാൻ ജയിക്കുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇവിടെ എത്തുന്നത്. ഇൻ എ ഗുഡ് വേ, ഫോർച്യുനേറ്റ്ലി. ഞാൻ പറഞ്ഞു വരുന്നത് ടേണിംഗ് പോയിന്റ്സ് ഇൻ ലൈഫാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ, ഇപ്പം യാത്ര വെച്ച് നമുക്കറിയാം, നമ്മളൊരു യാത്ര പോകുന്ന എല്ലാ പിറ്റ് സ്റ്റോപ്സും പ്ലാൻ ചെയ്യും അല്ലെ. ഇവിടുന്ന് പോയി നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തും, ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോകും. നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫുള്ളി പ്ലാൻഡ് ആകുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ആ പ്ലാനിന് ഒന്ന് ഡീവിയേറ്റ് ആകുമ്പോൾ നമുക്ക് പൊതുവെ ഡീമോട്ടിവേഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഐ തിങ്ക് അത് ഡീമോട്ടിവേഷൻ ആവുന്നതിന് പകരം കൺസിഡർ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായി. അപ്പോ ഞാൻ യൂറോപ്പിൽ പോയതിനേക്കാളും ഞങ്ങൾ നോക്കിയിരുന്നത് അനിയൻ യൂറോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം പോയി വന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ കഥ കേൾക്കാൻ അല്ലെ. അപ്പൊ അത്രയും ഭംഗിയായിട്ട് ബുക്ക് ക്യൂറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഇത്തിരിയൊക്കെ എടുത്ത് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, തീരെ ചെറിയ കാര്യമല്ല സംഭവം. ഇങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് അതിലേക്കുള്ള ഒരു പാഷനും ഡെഡിക്കേഷനും ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ അതിലേക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. പുസ്തകം എനിക്ക് തന്നെ പ്രകാശനം ചെയ്യാൻ പറ്റുന്നതിൽ. അത് എല്ലാവരും പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പോ നിങ്ങൾ മിക്കവാറും എല്ലാവർക്കും ട്രാവൽ ഇഷ്ടമുള്ള ആൾക്കാരെന്നെ ആയിരിക്കും അല്ലെ. എല്ലാവർക്കും ഞാൻ ഇതുവരെ കഴിച്ചു ട്രാവലിംഗ് ഇഷ്ടമല്ലാതെ പറയുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. അതൊക്കെ കുറച്ചുള്ള കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ഇന്റർനാഷണൽ ട്രാവൽ വരുമ്പോൾ സമയം, പൈസ, ഇങ്ങനത്തെ കുറെ കൺസ്ട്രെയിൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം പുസ്തകം വായിക്കുക, പുസ്തകത്തിലൂടെ ഒന്ന് ട്രാവൽ ചെയ്യുക. പിന്നെ നമുക്ക് ശരിക്കും പാസ്പോർട്ട് വിസയൊക്കെ എടുത്തിട്ട് ഒന്ന് യൂറോപ്പിൽ പോവാം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. എനിക്ക് യങ്സ്റ്റേഴ്സിനോട് ഞാനും യങ്സ്റ്ററാണ്. ഞാൻ ഉദ്ദേശിക്കുകയല്ല, പക്ഷെ ഒബ്വിയസ്ലി ഫ്രം ദിസ് സൈഡ് ഓഫ് ദ സ്റ്റേജ് ഞാൻ എന്റെ കോളേജില് ലാസ്റ്റ് ഒരു റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ഇപ്പൊ മെസ്സേജിൽ അറിയുന്നതാണ്. അപ്പൊ അന്ന് അവിടെ ചെന്നപ്പോ ഒരുപാട് പേര് ഇങ്ങനെ എന്റെ ഫാക്കൽറ്റീസ് ഒക്കെയാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് ടെൻഷനായി സംസാരിക്കുന്നത് പറയുമ്പോ. കാരണം ഞാൻ തിരിച്ചാണോ നമ്മൾ കേൾക്കാതെ സംസാരിക്കാനാണോ പോയോ പതിവ്. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ അവിടെ കേൾക്കാം. അപ്പൊ ആ ടെൻഷനായി. അപ്പൊ അങ്ങനെ നിന്നപ്പം റിയലി പ്രൗഡ്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ഓൾവേസ് വൺ ആൻഡ് ക്രൗഡ് അല്ലെ. നമ്മൾ ആ ക്രൗഡിൽ എവിടെയെങ്കിലും ഒരാൾ ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മള് കംഫർട്ട് സോണിൽ പുറത്തിറങ്ങി ഒരിക്കലും മേബി നിങ്ങൾ റൈറ്റർ ആയിരിക്കാം, മേബി യു കെൻ റൈറ്റ് എ ബുക്ക് ഓർ എ പോം, മേബി നിങ്ങൾ ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ട്രാവലോഗ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ മേബി ഇപ്പം വളരെ ജെൻസി ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുന്നതായിരിക്കാം. അല്ലെ, എന്തോ ആയിക്കോട്ടെ, ആ ചെറിയ പുഷ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ദിസ് ഇസ് ദ ടൈം. ഇന്ന് നിങ്ങളെ ഫസ്റ്റ് ഡേ ആണ് വിചാരിക്കുക ലൈഫിൽ, ഡു ദാറ്റ് തിങ്. അതൊരു പുസ്തകം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കവിത ആയിക്കോട്ടെ, മേ ബി നിങ്ങൾക്ക് മോഡലിംഗ് ചെയ്യണമെന്നായിരിക്കാം ആഗ്രഹം, വട്ട് എവർ ബി ഇറ്റ്, അതിൽ ഹോൾഡ് ഓൺ ടൈറ്റ് ടു ഇറ്റ്. ആ ഒരു പുഷ് എടുക്കുക, ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, അത് ചെയ്യുക. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വൺ ആൻഡ് ക്രൗഡ് ആയിരിക്കില്ല, യു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ് ടോക്കിംഗ് ടു ദ ക്രൗഡ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോലി ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ലൈഫിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ കാര്യത്തിലാണെങ്കിലും അനീജത്തിന്റെ ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവട്ടെ. ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ, ട്രാവലോഗ്സ് മാത്രമല്ല, നമുക്കറിയാം അച്ഛന്റെ ഡയറി പോലത്തെ മനോഹരമായ പുസ്തകങ്ങൾ, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഇറങ്ങുന്ന പുസ്തകങ്ങളും അദ്ദേഹം എഴുതാറുണ്ട്. അതിലൂടെയാണ് അദ്ദേഹം ആക്ച്വലി പോപ്പുലർ ആയത്. അച്ഛൻ്റെ ഡയറി എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഓരോരോ റൈറ്റേഴ്സ് ആയിട്ട് ഇട്ട് തുടങ്ങിയിട്ട് അവസാനം അത് ബുക്ക് ആക്കണമെന്ന ആവശ്യത്തിന്റെ പേരിൽ ബുക്ക് ആക്കുകയും അത് ഇന്റർനാഷണലി ഒരുപാട് രീതികളിൽ അതിനെ അക്നോളജ് ചെയ്യുകയും അത് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഇത് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അദ്ദേഹം ഒരു റൈറ്റിംഗിലേക്ക് ഇറങ്ങി തിരിച്ചത്. സോ വി ആർ ഓൾ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. Once again, we will be providing the St. Thomas College ഒരുപാട് നന്ദി. ഇവിടുത്തെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, everybody is really sweet. ഞാൻ വന്നപ്പോൾ തൊട്ടേ, ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഐ നോട്ട് മീറ്റ് ദം. ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റീസിനെ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വരുമ്പോൾ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഫീൽസ് ഫാമിലി ഉണ്ടാവും. ഓൺലി ഇതിന് സെക്കൻഡ് ടൈം, രണ്ടാമത്തെ പ്രാവശ്യം വരുന്നെങ്കിലും സെന്റ് തോമസ് ഫീൽസിന്റെ ഫാമിലി ഉണ്ടാവും. ഇനിയും വരാൻ സാധിക്കട്ടെ എനിക്ക്. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഓൾ വർക്ക് ഹിയർ ഫോർ ദ സെഷൻ. താങ്ക് യു സോ മച്ച്.